ഹലോ, എൻ്റെ മോൾക്ക് പാർട്ടി സ്നാക്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തപ്പി കണ്ടുപിടിച്ചാണ് ഈ എഗ്ഗ് പനീർ സ്ലൈഡേഴ്സ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ സവാള, ക്യാപ്സിക്കം, തക്കാളി ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ച പനീർ ഇട്ട് കൊടുക്കും. ഇതങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല. ഇപ്പോൾ ഇത് ഏകദേശം ഒരു അരക്കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് മുട്ട 2 ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഈ മുട്ട ഒഴിക്കുമ്പോൾ ഈ പനീറും എഗ്ഗോ അത് ടേസ്റ്റ് ഉണ്ടാവുമോ മൂന്ന് ചോദിച്ചപ്പോൾ ഇല്ലമ്മ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഫുൾ അവൾക്ക് തന്നെ വിട്ടു കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കട്ടെ, കുട്ടികൾ ഉണ്ടാക്കി പഠിക്കേണ്ടതെന്ന് ഓർത്തിട്ടൊക്കെ വിട്ടു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു മാഗി ക്യൂബ്, പെപ്പർ പൗഡർ, ഗരം മസാല, ചാട്ട് മസാല, പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായി. ഇനി നെക്സ്റ്റ് ഗ്രീൻ ചട്നി ഉണ്ടാക്കണം. ഇതിലേക്ക് നോർമൽ ഗ്രീൻ ചട്നി ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു പിടി സേവോ ഭുജിയോ അല്ലെങ്കിൽ ഇതുപോലെ മിക്സ്ചർ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ. അതങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അവൾ തന്നെ ഉണ്ടാക്കിയതാട്ടോ. അടുത്തത് ചില്ലി ബട്ടറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കശ്മീരി മുളക് പൊടി, കരിഞ്ചീരകം ഒരു 2 നുള്ള്, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഇത് ചില്ലി സോസിലേക്ക് കുറച്ച് മയണൈസ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ആദ്യം അത് പാവ് നിരത്തിയിട്ട് മയണൈസ് ഇട്ട് കൊടുത്തു. നമ്മൾ ഉണ്ടാക്കിയ മിക്സ് ഇട്ട് കുറച്ച് സവാള ഇട്ട്, പിന്നെ നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ച ഗ്രീൻ ചട്നിയും കൂടി ഇട്ടിട്ട് ചീസ് വെച്ച് ബണ്ണ് കവർ ചെയ്തു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചില്ലി ബട്ടർ ഇതുപോലെ ഒരേ സ്പൂൺ വെച്ച് ഒരേ പാവിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തിട്ട് കവർ ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കണം. ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് 4 സൈഡും കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കുഞ്ഞുമാണ് കഴിക്കണേ. കുഞ്ഞിന് ഇത് എരിവൊന്നും അധികം ഇഷ്ടമില്ല. എരിവുള്ള സ്നാക്സ് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇഷ്ടമായി. അമ്മൂനും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും കഴിച്ചു നോക്കി. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. എനിക്കും നല്ല ഇഷ്ടമായി കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ സ്ലൈഡേഴ്സ് കഴിക്കണേ. പക്ഷേ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര നന്നായി വരുന്നു. കാരണം അവളും ഫസ്റ്റ് ടൈം അത് ഉണ്ടാക്കണേ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മൂനോട് ഞങ്ങൾ പറയാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്.